ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് മണി വൂണ്ടിനെ കുറിച്ചിട്ടാണ്. മണി വൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പണം കൊണ്ട് മുറിവേറ്റിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് പണം ഇല്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെയാണ് മണി വൂണ്ട് എന്ന് പറയുന്നത്. അപ്പം ഓരോ ആൾക്കാർക്കും പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാൻ ഓരോരോ കഥകളുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഈ പണം വരുന്നതിന് ഈ പറയുന്ന മണി വൂണ്ടിനും മണി സ്റ്റോറിക്കും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ ലൂയിസ് ഹേ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ന്യൂയോർക്കിലെ 2 ടൈംസ് ബെസ്റ്റ് സെല്ലർ ഓതറായിട്ടുള്ള ഇൻഫ്ലുവൻസറുടെ ഒരു പോഡ്കാസ്റ്റിൽ നിന്നാണ് ഇത് കേട്ടത്. അപ്പം എനിക്ക് ആ പോഡ്കാസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ അകത്ത് ഈ മണി വൂണ്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരാളുടെ ലൈഫിൽ മണി വളരെ മോശമായിട്ടാണ് ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണി അവരെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പിൽക്കാലത്ത് അവരുടെ ലൈഫിൽ മണിയുമായിട്ടുള്ള ബന്ധം കുറച്ച് മോശമായിരിക്കും. ആ ഒരു ബന്ധം മെച്ചപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് മണി ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇപ്പം വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്ര നല്ല കഥകളൊന്നും അല്ല പറയാനുള്ളത്. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പകാലത്ത് എനിക്ക് ഒരുപാട് ഈ പണത്തിൻ്റെ കണക്കിനെ ചൊല്ലിയിട്ടൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയല്ല. എൻ്റെ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അമ്മ സ്കൂൾ ടീച്ചറാണ്. അമ്മ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അമ്മ വന്നത്. അമ്മ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഫാദർ ഒരു സാറായിരുന്നു. അവരുടെ വീട്ടിലൊരു 10 അംഗങ്ങളോളം ഉണ്ട്. ഈ 10 അംഗങ്ങളുടെ കാര്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ബ്രദറിൻ്റെ കാര്യം, പിന്നെ അതുപോലെ വീട്ടിലെ ചിലവുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രാരാബ്ധങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ റിലേറ്റീവ്സ്, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള റിലേറ്റീവ്സ്, എന്താ പറയുക, ഇവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് താഴെ ആയതിൻ്റെ പേരിൽ കുറച്ച് പരിഹസിച്ചിട്ടൊക്കെ ഉണ്ട്. അത് അമ്മയുടെ മനസ്സിൽ ആ ഒരു പണത്തിനെ കുറിച്ചിട്ട് ഒരു വൂണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് പണം ഉണ്ടാക്കണം, ഈ എന്താ പറയുക, സ്വപ്നം കണ്ട മാതിരിയുള്ള ലൈഫ് ജീവിക്കണം. അതൊക്കെയായിരുന്നു അമ്മയുടെ ഒരു ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ലൈഫിന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ അങ്ങനെ പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛൻ്റെ ഫാദർ ലോയറായിരുന്നു. അപ്പൂപ്പൻ വളരെ പ്രശസ്തനായിട്ടുള്ള വക്കീലായിരുന്നു. അപ്പൂപ്പൻ ഉള്ളിടത്തോളം കാലം അവർ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയിലും അല്ലെങ്കിൽ നല്ല ആഡംബരത്തോടു കൂടിയിട്ടാണ് ജീവിച്ചു പോകുന്നത്. എല്ലാ വർഷവും മക്കളെ എല്ലാവരും കൂട്ടിയിട്ട് ടൂർ പോവുക, ബന്ധുക്കളെ എല്ലാവരും കൂട്ടിയിട്ട് ടൂർ പോവുക. അങ്ങനെ അച്ഛൻ അങ്ങനെ ഒരു സാമ്പത്തിക പരാധീനതകൾ അപ്പൂപ്പൻ മരിക്കുന്നത് വരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു SLC ആ ഒരു ടൈമിലാണ് അപ്പൂപ്പൻ മരിക്കുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു ടീനേജ് കഴിയാറായി. ആ ഒരു എന്താണ് പറയുക, ബാല്യകാലത്ത് അങ്ങനെ അച്ഛന് പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൂണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഈ 2 പേരാണ് എൻ്റെ പേരൻസ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള അമ്മയാണ്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഫസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറയുന്ന അമ്മയായിരിക്കുമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഈ പണത്തിനെ കുറിച്ചിട്ടുള്ള മോശം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ഈ പണം കൈകാര്യം ചെയ്യുന്നതിൽ എന്നെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഇത് ഞാൻ ഒരിക്കലും ഹേർട്ടിങ് ആയിട്ട് പറയല്ല. പക്ഷെ അത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം വളരെ നിസ്സാരപ്പെട്ട കാര്യം. ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല. എൻ്റെ അറിവിൽ എനിക്ക് വലിയ ഫിനാൻഷ്യൽ ക്രൈസിസുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. പ്രത്യേകിച്ച് പിന്നെ വലിയ പ്രാരാബ്ധങ്ങളില്ല. ഞാൻ ഒറ്റ മകളാണ്. അപ്പം എൻ്റെ അറിവിൽ അങ്ങനെ വലിയ പ്രാരാബ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചള്ളൂട് ഉള്ളതുകൊണ്ട് തന്നെ അമ്മ പണത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വൂണ്ട്സ് അമ്മ പലപ്പോഴും എൻ്റെ അടുക്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ വാങ്ങിച്ചു തരാൻ പോലും കണക്ക് പറയാറുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവമാണ്. എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പുതിയ സാരി വേണം. ഒരു പുതിയ സാരി വേണം എന്ന് പറയുന്നത് വലിയ സംഭവമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു.
സുഖമായിട്ട് വാങ്ങിച്ചു തരാം. പക്ഷെ അമ്മയ്ക്ക് വാശി. അമ്മയ്ക്ക് അത് വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല എന്ന് അമ്മയ്ക്ക് വാശി. ആ പൈസ ചെലവാക്കണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ പറയുന്ന മാതിരി അമ്മയുടെ ഒരു സാരി ഉടുത്തിട്ട് ഫ്രണ്ടിൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോവാന്ന് പറയുന്നത് എനിക്കൊരു അപമാനകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം ആ കസിൻ്റെ കല്യാണം നടക്കുമ്പോൾ എനിക്കൊരു 17 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ആഗ്രഹിക്കുക? പുതിയ സാരി, പുതിയ ട്രെൻഡി സാരി വാങ്ങിച്ചു ഉടുത്തിട്ട് പോണം എന്നായിരിക്കും വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഈവൻ ഈ അടുത്ത കാലത്ത് വരെ അമ്മയുടെ ഭാഗത്തു നിന്നും പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടോക്സ്, ഐ മീൻ നമ്മൾക്ക് ഹേർട്ട് ഉണ്ടാക്കുന്നുണ്ടായിട്ടുള്ള ടോക്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തിരിച്ചു ഇപ്പം ഞാൻ കൊച്ചിലെ ഒന്നും അങ്ങനെ തിരിച്ചു പറയത്തില്ല. ഞാൻ വളരെ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മുതിർന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്താണ്, ഞാനും തിരിച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഞാനും വളരെ ഹേർട്ടിംഗ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പണവുമായിട്ട് ഉള്ള അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ബന്ധം ഉണ്ടാകുന്നത് അമ്മ വഴിയാണ്. ആ ബന്ധം വളരെ മോശമായിരുന്നു. പക്ഷെ അതേസമയം എൻ്റെ അച്ഛൻ ഒരിക്കലും പണത്തിൻ്റെ കണക്ക് പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി ഈ നിമിഷം വരെ അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ ഒരിക്കലും എന്താ പറയുക, ഈ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നതിന് കണക്ക് പറയുക ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ എപ്പോഴും പറയുന്നത് വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കണം. ഇപ്പൊ എന്തെങ്കിലും കൂറ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ട് നടന്നാൽ പോലും അച്ഛൻ ഇങ്ങോട്ട് ചോദിക്കും, നീ എന്തിനാ ഇത് ഇടുന്നത്, നിനക്ക് നന്നായിട്ട് നടന്നൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അച്ഛൻ പണത്തിന്റെ പേരിൽ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അപ്പം എനിക്ക് അച്ഛൻ വഴിയിട്ടുള്ള പണത്തിനോടുള്ള ബന്ധം കുറച്ച് നല്ലതാണ്. പക്ഷെ എന്നാൽ അച്ഛൻ ഇൻഫ്ലുവൻസ് കുറച്ച് കുറവായിരുന്നു. അപ്പൊ ഈ പറയുന്ന മാതിരി അമ്മ വഴി കിട്ടിയ ഒരു ബന്ധം വളരെ മോശമായതുകൊണ്ട് തന്നെ എനിക്ക് പണത്തിനോടൊരു അവേർഷനായിരുന്നു. അവേർഷൻ ഇൻ ദ സെൻസ്, കിട്ടിക്കഴിഞ്ഞാൽ സേവ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി എനിക്കില്ലായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയും ചെലവഴിക്കാം, ഏത് രീതിയിലും ചെലവഴിക്കാനുള്ള മാർഗങ്ങൾ തേടി പോവാന്ന് വേണമെങ്കിൽ പറയാം. ജോലി കിട്ടിയിട്ടും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്പെൻഡ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ജോലി കിട്ടി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അത് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ, കാരണം നമ്മുടെ കയ്യിൽ അത് വരാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കിട്ടാക്കനിയായിട്ട് മാറിയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന സേവിങ്സിനെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം അത് സ്പെൻഡ് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ പണത്തിൻ്റെ കണക്കുകൾ വെക്കുമ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ ഒരുപാട് വട്ടം വിചാരിച്ചിട്ടുണ്ട്, ഇത് നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മണി എന്ന് പറയുന്നത് എനർജിയാണ്. ആ എനർജിയാണ് ഞാൻ ഇത്ര നാളും നിന്ദിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമ്മൾ മാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വരുന്നത് ഈ അടുത്ത കാലത്താണ്. എൻ്റെ സൈക്കോളജി ഓഫ് മണി പോലുള്ള പുസ്തകങ്ങൾ, സീക്രട്ട് പോലത്തെ പുസ്തകങ്ങൾ, മില്ലിയനർ മൈൻഡ് സെറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഒക്കെ വായിച്ചിട്ടൊക്കെയാണ് എനിക്ക് ഒരു മണിയുമായിട്ടുള്ളൊരു മൈൻഡ്, അല്ലെങ്കിൽ മണിയോടുള്ള ഒരു പിന്നെ റിലേഷൻഷിപ്പ് കുറച്ച് മാറാൻ തുടങ്ങി. ഈ ലൂയിസയുടെ ഒരു അഭിമുഖം കേട്ട ശേഷം ഞാൻ എൻ്റെ മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്തിട്ടുണ്ട്. ഹീലിംഗ് പ്രാക്ടീസുകൾ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ലെറ്റ് ഇറ്റ് ഗോ, ഓപ്പൺ അപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഹീലിംഗ് പ്രാക്ടീസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞാനിപ്പം അമ്മ പറഞ്ഞ പല കാര്യങ്ങളിലും ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹർ. ഇതെന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ഥിരമായിട്ട് ജേർണലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ജേർണലിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതിൽ വളരെ കൃത്യമായിട്ട് മണി ഈസ് മൈ ഫ്രണ്ട്, ഐ എം എ മണി മാഗ്നറ്റ് എന്നുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. വളരെ ബോധപൂർവം തന്നെ ചെയ്യുന്നതാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലോട്ട് പണം വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ മണിയെ വേണ്ട, അല്ലെങ്കിൽ എന്താ ലക്ഷ്മി ദേവി വരുമ്പോഴത്തേക്കും വാതിൽ കൊട്ടയടിക്കാന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വരത്തില്ല. അപ്പം നിങ്ങൾക്കൊരു മണി സ്റ്റോറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ഹീൽ ചെയ്യണം. ഹീൽ ചെയ്തിട്ട് നിങ്ങൾ അതിനെ റീറൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ റീറൈറ്റ് ചെയ്താൽ മാത്രമേ മണി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരത്തുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനത് റീറൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ മകളിൽ കൂടെയാണ്. അതായത് ഞാൻ എൻ്റെ മകളോട് മണി റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്സോ ഞാൻ നടത്താറില്ല. അവളുടെ ഉള്ളിൽ മണി എന്ന് പറയുന്ന ഒരു പവർഫുൾ എനർജിയാണ് എന്നുള്ള തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ അവൾക്ക് ചെറിയൊരു പിന്നെ ബോക്സ്, ഒരു സേവിങ്സ് ബോക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവൾക്ക് പിന്നെന്താ അവളെ കൊണ്ട് തന്നെ ചെറിയ ചെറിയ നാണയത്തുട്ടുകളും അല്ലെങ്കിൽ 10 രൂപയുടെ 20 രൂപയുടെ ഒക്കെ നോട്ടുകളും ഒക്കെ ഇടിപ്പിക്കാറുണ്ട്. അതിൻ്റെ വേറൊരു പർപ്പസ് എന്ന് പറയുന്നത് അവളുടെ ഉള്ളിൽ സേവിങ്സ് മെൻറ്റാലിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്.
ഇത് നിറഞ്ഞ് ഇതിൽ പൈസ വന്നു കഴിഞ്ഞാൽ മോന് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളൊരു സേവിങ്സ് മെൻറ്റാലിറ്റി ഉണ്ടാക്കുക കൂടി ആ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വളരെ ബോധപൂർവം എൻ്റെ മോളോട് പൈസ റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സോ അങ്ങനെ ഒന്നും, ഇപ്പോൾ നമുക്ക് ടോയ് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നതിനോട് ഞാൻ ചെയ്യുന്നത് അതിനെന്താ വാങ്ങിക്കാമല്ലോ, മോൻ്റെ ഈ പറയുന്ന ബോക്സ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമ്മ മോന് വാങ്ങിച്ചു തരാം എന്നാണ് പറയുന്നത്. അത് ആ കുട്ടിയുടെ ഉള്ളിൽ എന്താണ് മണി ഗ്രോ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമാണ് ഉണ്ടാകുന്നത്. അതുവഴിയിട്ട് ഞാൻ എൻ്റെ ഇന്നർ ചൈൽഡിനെ കൂടിയാണ് ഹീൽ ചെയ്യുന്നത്. എൻ്റെ ഹീലിംഗ് പ്രോസസ് ഇപ്പം ഇങ്ങനെയാണ്. പിന്നെ റീറേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താണ് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലോട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന മാതിരി മണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വ്ലോഗ് കണ്ട ശേഷം അപ്പം തന്നെ നിങ്ങളത് എഴുതിയിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഹീലിങ്ങിനുള്ള ഏറ്റവും നല്ല പ്രോസസ് എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ആണ്. ഹീൽ ചെയ്തിട്ട് നിങ്ങളത് റീറൈറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾസ് വെച്ചിട്ട് നിങ്ങളത് റീറൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ സൂര്യ ടോക്കിൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക. എല്ലാവരും അപ്പം മണി സ്റ്റോറി എഴുതുമല്ലോ അല്ലേ? അടുത്ത വ്ലോഗിൽ കാണുന്നുണ്ട്. ബൈ ബൈ.